ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया Hello, चक्षुरुन्मिलितं येन तस्मै querido. श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादा सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्द राधाकान्द नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरि वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे श्रीकृष्णचैतन्यप्रभुनित्यानन्द श्री अद्वैतगदाधार श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं श्रीचैतन्यं। ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, ഗുരുവായൂരപ്പൻ്റെ മഹാ അനുഗ്രഹം കൊണ്ട് നമ്മൾ ശ്രീമദ് ഭഗവത്ഗീത പഠിച്ചു വരുന്നു. ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ 3-ാമത്തെ അധ്യായത്തിലെ 21-ാമത്തെ ശ്ലോകം വരെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. 22-ാമത്തെ ശ്ലോകം മുതൽ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാൻ വേണ്ടി എന്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, വിഷയം എന്താണ്? അധ്യായത്തിൻ്റെ പേര് കർമ്മയോഗം അല്ലേ? കർമ്മയോഗം എന്താണ് എന്നുള്ളത് ആർക്കെങ്കിലും ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? അവിടെ ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ എന്താണ് കർമ്മയോഗം? നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലൂടെ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ ഭഗവാൻ സമർപ്പിച്ചിട്ട് കർമ്മം ചെയ്യുക. അപ്പൊ അതിലൂടെ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, വെരി ഗുഡ്. സോ യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അല്ലേ, കണക്ഷൻ വരണം, കണക്റ്റിംഗ് ടു കൃഷ്ണ. അതുതന്നെയാണ് യോഗ എന്ന് പറയുന്നത്. യോഗ എന്താണെങ്കിലും നമ്മൾ പുറമേ കാണുന്ന യോഗ സ്റ്റുഡിയോ നടത്തുന്നവർക്ക് യോഗയുടെ അർത്ഥം എന്താണെന്ന് അറിയില്ല. പക്ഷേ എനിവേ, ഇപ്പോൾ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ കർമ്മത്തിലൂടെ കാര്യം ഭഗവത് സാക്ഷാത്കാരമാണ് ലക്ഷ്യം. ഭഗവത് സാക്ഷാത്കാരമാണ് ലക്ഷ്യം. ഭഗവത് സാക്ഷാത്കാരത്തിലേക്ക് പല വഴികളുണ്ട്. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ദുബായ്ക്ക് ഇവിടെ നിന്ന് പോകണമെങ്കിൽ, അബുദാബിയിൽ നിന്ന് ദുബായിൽ പോകണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഈ റോഡ് എന്താ, ഷെയ്ഖ് സായിദ് റോഡ് വഴി പോവാം. വേണമെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് വഴി പോവാം. ഇനി അതല്ലെങ്കിൽ എമിറേറ്റ്സ് റോഡ് എന്ന് പറഞ്ഞ റോഡുണ്ട്, അതുവഴി പോവാം. വേറൊരു റോഡുണ്ട് ട്രക്ക് റോഡ്. അങ്ങനെ പല റോഡുകൾ ദുബായ്ക്ക് തന്നെ ഉണ്ട്. പക്ഷേ ഡെസ്റ്റിനേഷൻ സെയിം ആണ് അല്ലേ, ദുബായ്ക്ക് നമുക്ക് എത്താൻ സാധിക്കും. പല റൂട്ടും പല വഴികളും ഉണ്ട്. പക്ഷേ ചിലത് ഷോർട്ട് ഡിസ്റ്റൻസ് ആയിരിക്കും, ചിലത് പെട്ടെന്ന് സ്ട്രെയിറ്റ് റോഡായിരിക്കും, മറ്റുള്ളത് വളഞ്ഞിട്ടുള്ളതായിരിക്കും. ദൂരം കൂടുതലുണ്ടാവും, സമയം കൂടുതലെടുക്കും. അതേപോലെ നമ്മുടെ ലക്ഷ്യം ഭഗവാനാണ്, ഭഗവത് സാക്ഷാത്കാരമാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ മാർഗങ്ങൾ പലതും ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ അതിൽ ചില മാർഗങ്ങൾ എളുപ്പത്തിലെത്തുന്നതായിരിക്കും, സ്ട്രെയിറ്റ് ആയിരിക്കും, ചിലത് വളഞ്ഞിട്ടുള്ളതായിരിക്കും. കർമ്മയോഗം എന്ന് പറയുന്നത് ഭഗവത് സാക്ഷാത്കാരത്തിലേക്ക് അതേപോലുള്ള ഒരു മാർഗമാണ്, ഒരു വഴിയാണ്. എന്നാൽ ഇതാണോ ഏറ്റവും നല്ല മാർഗമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഭഗവത്ഗീതയുടെ 7-ാമത്തെ അധ്യായം മുതൽ നമുക്ക് മനസ്സിലാവും ആണോ അല്ലേ എന്നുള്ളത്. കർമ്മയോഗം അപ്പോൾ പല വഴികൾ 4 വഴികളാണ് ഭഗവാൻ പറയുന്നത് ബേസിക്കലി ഭഗവത്ഗീതയിലൂടെ. കർമ്മയോഗം ആദ്യത്തെ നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഭഗവത്ഗീതയിൽ ആദ്യത്തെ
5 അധ്യായങ്ങളിലായിട്ട്, അല്ലെങ്കിൽ 3-ാമത്തെ അധ്യായത്തിലും 5-ാമത്തെ അധ്യായത്തിലാണ് കൂടുതൽ പറയുന്നതിനെക്കുറിച്ച്, കർമ്മയോഗത്തെക്കുറിച്ച്. പിന്നെ ധ്യാനയോഗമുണ്ട്. ധ്യാനയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ധ്യാനം ചെയ്യുന്നത് കേട്ടിട്ടുണ്ടാവും. ഈ ഋഷിവര്യന്മാരൊക്കെ ചെയ്യുന്ന കാര്യം, പരമാത്മാവിനെ ധ്യാനിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ധ്യാനയോഗമാണ്, അതിലാണ് അഷ്ടാംഗ യോഗമൊക്കെ വരുന്നത്. എന്താ പറയുക, പ്രാണായാമം എന്ന് പറയുന്ന, ധാരണ, ധ്യാന എന്നൊക്കെ പറയുന്ന പ്രാണായാമമൊക്കെ കേട്ടിട്ടുണ്ടാവും നമ്മൾ, അല്ലേ? അപ്പോൾ അതും ഭഗവത് സാക്ഷാത്കാരത്തിനുള്ളൊരു മാർഗ്ഗമാണ്. അത് എക്സസൈസിനുള്ള മാർഗ്ഗമല്ല. എക്സസൈസ് അല്ല ഇതിൻ്റെ ഉദ്ദേശം. പക്ഷേ ഇപ്പോഴത്തെ ആളുകൾ, ഇപ്പോൾ ഇവിടെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് പല ആളുകളും പ്രാണായാമം ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പ്രാണായാമം ചെയ്യുന്നത് എന്തിനാണ്? എക്സസൈസ് ആയിട്ടാണ് ചെയ്യുന്നത്. ആക്ച്വലി അതിനൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് അവർക്കറിയില്ല. ആക്ച്വലി ഏത് ധ്യാന മാർഗമാണെങ്കിലും അത് ഭഗവാനിലേക്ക് എത്താനാണ്, അല്ലെങ്കിൽ ഭഗവത് സാക്ഷാത്കാരമാണ് അതിൻ്റെ ഉദ്ദേശം. പക്ഷേ അതിൻ്റെ ഉദ്ദേശം ആൾക്കാർക്ക് അറിയില്ല എന്നുള്ളൊരു പ്രശ്നം. ഓക്കെ, അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ധ്യാനയോഗമായി, കർമ്മയോഗമായി, ധ്യാനയോഗമായി. പിന്നെ ജ്ഞാനയോഗമുണ്ട്. ജ്ഞാനയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം കൊണ്ട്, അല്ലെങ്കിൽ ശാസ്ത്രങ്ങൾ പഠിച്ചും, അല്ലെങ്കിൽ ജ്ഞാനത്തിലൂടെ ഭഗവത് സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ നോക്കുന്നതും. അത് 3-ാമത്തെ മാർഗം. 4-ാമത്തെ മാർഗം ഭക്തി മാർഗം, ഭക്തിയോഗം എന്ന് പറയും. ഈ ഭക്തിയോഗത്തിലാണെങ്കിൽ മറ്റുള്ള 3 കാര്യങ്ങളും വരുന്നുണ്ട്. ഭക്തിയോഗമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മാർഗം, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗവും ഏറ്റവും നല്ല മാർഗവും. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ പോലെ ഈ 4 റോഡുകൾ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും നല്ല റൂട്ട് ഒന്നായിരിക്കും. ട്രാഫിക് കുറവും, ദൂരം കുറവും, പെട്ടെന്ന് എത്താൻ പറ്റുന്നതും. അപ്പോൾ ആ മാർഗ്ഗമാണോ, ആ വഴിയാണോ നമ്മൾ സ്വീകരിക്കുന്നത്, അതോ വളഞ്ഞ വഴിയാണോ എടുക്കുന്നത്? അല്ല, നമ്മൾ സ്ട്രെയിറ്റ് റോഡ് എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുന്നോ ആ വഴിയാണ് നമ്മൾ എടുക്കുന്നത്, അല്ലേ? അതേപോലെ ഭഗവത് സാക്ഷാത്കാരത്തിലേക്കുള്ള ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗം, എളുപ്പമുള്ള മാർഗമാണ് ഭക്തിയോഗം എന്ന് പറയുന്നത്. ആ ഭക്തിയോഗത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ജപിക്കുന്ന നാമജപം. നാമം ജപിക്കുന്നു, ഭഗവാന്റെ നാമം ജപിക്കുന്നു, കീർത്തനങ്ങൾ പാടുന്നു, അതേപോലെ ബാക്കി ഭഗവത്ഗീത, ഭാഗവതം പഠിക്കുന്നു. ഇതെല്ലാം നമ്മൾ പഠിക്കുന്നതിലൂടെ, അപ്പോൾ ഇവിടെ ജ്ഞാനയോഗം വരുന്നുണ്ട്. കാര്യം ജ്ഞാനത്തിലൂടെ നമ്മൾ ജ്ഞാനം നേടാൻ ശ്രമിക്കുന്നു ഭഗവത്ഗീത, ഭാഗവതം പഠനത്തിലൂടെ. കർമ്മയോഗം വരുന്നു ഭക്തിയിൽ. എങ്ങനെയാണ് കർമ്മയോഗം വരുന്നത്? ആർക്കെങ്കിലും എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭക്തിയോഗത്തിൽ ബാക്കി എല്ലാ മാർഗങ്ങളും, ബാക്കി എല്ലാ യോഗങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഓൾ യോഗാസ്, ഈ പറയുന്ന എല്ലാ യോഗ മെത്തേഡ്സും ഈസ് കൾമിനേറ്റിംഗ് ടു ഭക്തി യോഗ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഭക്തിയോഗത്തിൽ മറ്റുള്ള കർമ്മയോഗമുണ്ട്, ജ്ഞാനയോഗമുണ്ട്, ധ്യാനയോഗമുണ്ട്. ഇത് 3ഉം ഇൻക്ലൂഡഡ് ആണ് അതിൽ. എന്നാൽ ഭക്തിയോഗത്തിൽ സ്പെഷ്യലായിട്ടുള്ളത്, ഭക്തിയോഗത്തിന് മാത്രമായിട്ടുള്ള കുറേ കാര്യങ്ങളുമുണ്ട്. അതാണ്. അപ്പോൾ ആർക്ക് പറയാൻ സാധിക്കും എങ്ങനെയാണ് കർമ്മയോഗം വരുന്നത്, എങ്ങനെ വരുന്നു ധ്യാനയോഗം അതിൽ വരുന്നു, ഭക്തിയിൽ വരുന്നു, എങ്ങനെ ജ്ഞാനയോഗം വരുന്നു? ആർക്കെങ്കിലും ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? നമ്മൾ കുറേ പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ടാവും ഒരുപക്ഷെ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ യെസ്, ആരെങ്കിലും? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പറയൂ. കർമ്മയോഗം നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും, മെറ്റീരിയലിസ്റ്റിക് വേൾഡ്, ഭൗതിക ലോകവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഭഗവാനുമായിട്ട് കണക്ട് ചെയ്ത് ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുക. അപ്പോൾ അത് കർമ്മയോഗമാണ്. പക്ഷെ ആ കർമ്മയോഗം ഭഗവാനിലേക്ക് നമ്മൾ ശരിയായിട്ട് സമർപ്പിച്ച് ചെയ്യുമ്പോൾ അതിനെ, അല്ലെങ്കിൽ അതിനെ നമ്മളതിൽ ഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുമ്പോൾ, നിഷ്കാമ കർമ്മയോഗം എന്ന് പറയും അതിനെ. ആ നിഷ്കാമ കർമ്മയോഗം ഭക്തിയോഗത്തിൽ വരാൻ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. കാര്യം നമ്മുടെ ഭക്തിയിൽ ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ മിണ്ടാതെ ഇരിക്കുന്നില്ല, കൈകെട്ടിയിരിക്കുന്നില്ല, അവിടെ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ, അല്ലേ? ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഭഗവാന് വിളക്ക് കാണിക്കുന്നു, അഗർബത്തി കാണിക്കുന്നു, പുഷ്പം സമർപ്പിക്കുന്നു, അല്ലെങ്കിൽ ഭഗവാന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതെല്ലാം ഒരു കർമ്മത്തിലൂടെയാണ് അത് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലേ? ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കർമ്മം ചെയ്യുമ്പോൾ, അത് ഭഗവാന് സമർപ്പിച്ച് ചെയ്യുമ്പോൾ അത് കർമ്മയോഗ, നിഷ്കാമ കർമ്മയോഗം അല്ലെങ്കിൽ കർമ്മയോഗം ആവുന്നു. എന്നാൽ അത് ഭക്തി മാർഗത്തിൽ വരുന്നു. അതാണ് സ്പെഷ്യൽ. ഭക്തി യോഗത്തിൻ്റെ സ്പെഷ്യാലിറ്റി അതാണ്. എല്ലാ യോഗങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നു.
നേരെ മറിച്ച് കർമ്മയോഗം മാത്രമാണെങ്കിൽ അതെന്താണെന്ന് വെച്ചാൽ അവിടെ കൂടുതലും കർമ്മത്തിനാണ് ഫോക്കസ് കൊടുക്കുന്നത്. ബലം ഇച്ഛിക്കും. അവിടെ ഫലം പ്രതീക്ഷിക്കും, അവിടെയാണ് പ്രശ്നം ഇരിക്കുന്നത്. നേരെ മറിച്ച് ഭക്തിയിൽ ഫലം പ്രതീക്ഷിക്കുന്നില്ല, ഭഗവാന് വേണ്ടി ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് ചെയ്യുന്നു. അപ്പം അങ്ങനെ കർമ്മയോഗം പറയാം. ഇനി ധ്യാനയോഗം എങ്ങനെയാണ്? ധ്യാനത്തിൻ്റെ എന്തെങ്കിലും നമ്മൾ ഭക്തിയിൽ കാണുന്നുണ്ടോ? നമ്മള് നാമം ജപിക്കുന്ന സമയത്ത് ഭഗവാന്റെ രൂപത്തിലേക്ക് ഫോക്കസ് ചെയ്ത് ശ്രദ്ധിച്ച് നാമം ജപിക്കുമ്പോൾ അത് ധ്യാനം. വെരി ഗുഡ്, വെരി ഗുഡ്. അതന്നെ, നമ്മൾ നാമം ജപിക്കുന്നുണ്ട്. നാമം ജപിക്കുമ്പോൾ നമ്മൾ വേറൊന്നും ചെയ്യുന്നില്ല, നാമം ജപിക്കാൻ വേണ്ടി മാത്രം ഇരുന്നുകൊണ്ട് ജപിക്കുകയാണ് അല്ലേ? അപ്പോൾ ഒരുപക്ഷെ ഭഗവാന്റെ ചിത്രം നോക്കിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഭഗവാന്റെ ശ്രീമൂർത്തി വിഗ്രഹം നോക്കിയിട്ടായിരിക്കാം, ഒരുപക്ഷെ കണ്ണടച്ചിട്ടായിരിക്കാം. എന്താണെങ്കിലും നമ്മൾ ധ്യാനിക്കുന്നു, ഭഗവാന്റെ രൂപത്തിൽ ധ്യാനിക്കുന്നു, ഭഗവാനെക്കുറിച്ച് കേട്ട കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നു, ഭഗവാന്റെ ലീലകൾ ഓർക്കുന്നു അല്ലേ? അതൊരു ധ്യാനമാണ് ശരിക്കും. അപ്പോൾ നാമജപവും ധ്യാനമാണ്. ദ ബെസ്റ്റ് മെഡിറ്റേഷൻ പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ നാമം ജപിക്കലാണ്. ഇപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നതാണ് ധ്യാനയോഗത്തിൽ വരുന്നതാണ്. അപ്പോൾ അതിൽ ഏറ്റവും നല്ലത് ഭഗവാന്റെ നാമം ജപിക്കലാണ്. ഓക്കെ, അപ്പോൾ ധ്യാനയോഗം അവിടെ വരുന്നു. പിന്നെ വരുന്നത് ഏതാണ്? ജ്ഞാനയോഗത്തെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ശാസ്ത്രങ്ങൾ പഠിക്കുന്നതൊക്കെ. അപ്പോൾ ശാസ്ത്രങ്ങൾ ജ്ഞാനയോഗം മാത്രമാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ശാസ്ത്രങ്ങൾ പഠിക്കൽ മാത്രമാണ്. അതിൽ ഭഗവാനെ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർ പൂർണ്ണമായിട്ടും ആ ഒരു സേവന മനോഭാവം അവർക്ക് കിട്ടുന്നില്ല. ജ്ഞാനയോഗികൾ കൂടുതലും ജ്ഞാനം ഉണ്ടാക്കുന്നു, കൂടുതലും നിർഗുണ ബ്രഹ്മത്തിലേക്ക് ലയിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റിലേക്കാണ് അവരെത്തുന്നത് ഫൈനലി. നേരെ മറിച്ച് ഭക്തിയോഗത്തിലാണ് സർവീസ് വരുന്നത്. ഫിസിക്കലി നമ്മൾ ഭഗവാന് വേണ്ടി നേരിട്ട് സെർവ് ചെയ്യുന്നു, അദ്ദേഹത്തിനെ നമ്മൾ സേവിക്കുന്നു. അപ്പോൾ ആ സേവനം വരുമ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്. അതാണ് ഭക്തിയോഗത്തിൻ്റെ സ്പെഷ്യാലിറ്റി. സോ ഭഗവാൻ ഇവിടെ ഊന്നിപ്പറയുന്നത്, ഇവിടെ നിഷ്കാമ കർമ്മയോഗത്തെക്കുറിച്ചും 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. 6-ാമത്തെ അധ്യായം കഴിഞ്ഞ് 7-ാമത്തെ അധ്യായം മുതൽ 12-ാമത്തെ അധ്യായം വരെ ഭഗവാൻ പറയുന്നത് ഭക്തിയോഗം മാത്രമാണ്. അപ്പം അവിടെ പറയുന്നുണ്ട് അദ്ദേഹം, നമ്മൾ അവിടെ എത്തുമ്പോൾ പഠിക്കും എനിവേ, അദ്ദേഹം പറയുന്നുണ്ട് മറ്റുള്ളതൊക്കെ മാറ്റിവെച്ച് ഇതാണ് ഏറ്റവും നല്ല മാർഗം. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ ഏറ്റവും എളുപ്പമുള്ള മാർഗം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട മാർഗം ഭക്തിയോഗമാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, എനിവേസ്, സോ 21-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു. ഇത് ജസ്റ്റ് ഓവർവ്യൂ പറഞ്ഞെന്ന് മാത്രം. അപ്പം നമ്മളിപ്പോൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ 17-ാമത്തെ ശ്ലോകം മുതൽ 35-ാമത്തെ ശ്ലോകം വരെ ഭഗവാൻ ഇവിടെ നിഷ്കാമ കർമ്മയോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. നിഷ്കാമ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ കാമ എന്ന് പറഞ്ഞാൽ എന്താണ്? കാമ എന്ന് പറഞ്ഞാൽ റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹത്തോടുകൂടി. നിഷ്കാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ആഗ്രഹിക്കാതെ ഒരു ഡ്യൂട്ടി എന്നുള്ള രീതിയിൽ നമ്മൾ ഭഗവാന് വേണ്ടി ചെയ്യുന്നു. അങ്ങനെ ആ രീതിയിൽ നമ്മൾ ഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിഷ്കാമ കർമ്മയോഗം ഭക്തിയോഗവും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ നമ്മുടെ ഉള്ളിൽ വരും. ഭക്തിയോഗത്തിൽ വ്യത്യാസമുണ്ട്, സട്ടിലായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. ഭക്തിയോഗത്തിൽ നമ്മൾ ഫലം പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ സ്നേഹം കൂടുതലാണ് ഭഗവാനോട്. ഭഗവാനെ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നിഷ്കാമ കർമ്മയോഗത്തിൽ ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും നമ്മളൊരു ന്യൂട്രൽ സ്റ്റേറ്റിലാണ്. ഭഗവാന്റെ സന്തോഷം എന്നുള്ളൊരു ആ ഒരു ഭാവം ഒരുപക്ഷെ അതിൽ വന്നുകൊള്ളണമെന്നില്ല നിഷ്കാമ കർമ്മയോഗത്തിൽ. നേരെ മറിച്ച് അതിൽ ഭക്തിയുടെ എലമെൻറ്റും കൂടെ വരുമ്പോൾ എന്താണ്? നിഷ്കാമ കർമ്മയോഗത്തിൽ ഭക്തിയുടെ എലമെൻറ്റ് വരുമ്പോൾ നമ്മൾ കർമ്മം ചെയ്യുന്നുണ്ട്, ഫലവും പ്രതീക്ഷിക്കുന്നില്ല, ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നു. അപ്പോൾ അവിടെ ലവ് വരുന്നുണ്ട്. ഡിവോഷൻ അല്ലെങ്കിൽ ഭക്തി എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ ഒരു ഡെഫിനിഷനാണ് ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഭഗവാനെ സ്നേഹിക്കുന്നു, അതേപോലെ ഭഗവാൻ നമ്മളെയും സ്നേഹിക്കുന്നു. ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ കഥയാണ് ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നിഷ്കാമ കർമ്മയോഗത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 20-ാമത്തെ ശ്ലോകം മുതൽ 3-4 ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അർജുനോട് പറയുന്നു, നമ്മൾ നല്ല എക്സാമ്പിൾസ് ആയിരിക്കണം മറ്റുള്ളവർക്ക്, അല്ലേ? എങ്ങനെയാണോ ജനക മഹാരാജിനെ കുറിച്ച് പറഞ്ഞത്, ജനക മഹാരാജാവ് അദ്ദേഹം ശുദ്ധഭക്തനായിരുന്നു, എന്നാലും അദ്ദേഹം രാജാവായിരുന്നതുകൊണ്ട് അദ്ദേഹം ഡ്യൂട്ടികളെല്ലാം ചെയ്തു.
അദ്ദേഹത്തിൻ്റെ കർത്തവ്യങ്ങളെല്ലാവരും ഒരു രാജാവ് ചെയ്യേണ്ടതായിട്ടുള്ള കർത്തവ്യങ്ങളെല്ലാം, ഡ്യൂട്ടീസ് എല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു ഉദാഹരണമായിരിക്കണം നമ്മൾ മറ്റുള്ളവർക്ക് എന്ന് പറയുവാണ്. അർജുനനോട് പറയുവാണ്, നീ ക്ഷത്രിയനാണ്, അതുകൊണ്ട് നീ ക്ഷത്രിയനായതുകൊണ്ട് ക്ഷത്രിയനെ പോലെ നീ ബിഹേവ് ചെയ്യണം. എന്നിട്ട് മറ്റുള്ളവർക്ക് ഒരു ഉദാഹരണമാവണം. അതാണ് 21-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, യദ് യദ് ആചരതി ശ്രേഷ്ഠസ് തത്തത് ഏവേതരോ ജന സയത് പ്രമാണം കുരുതേ ലോകസ്തത് അനുവർത്തതേ. അപ്പോൾ ഒരു വലിയൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു ലീഡർ എന്താണോ ചെയ്യുന്നത് അത് സാധാരണ ജനങ്ങളത് ഫോളോ ചെയ്യുന്നു, പിന്തുടരുന്നു. അതുകൊണ്ട് ആ ലീഡർക്ക് ഉത്തരവാദിത്വമുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ, അല്ലേ, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഉദാഹരണമാവാൻ. ഇത് എല്ലാ മേഖലകളിലും ഇത് ആവശ്യമാണ്. നമ്മുടെ ഓഫീസ് ജീവിതത്തിലാണെങ്കിലും ഭൗതികമായിട്ടുള്ളതാണെങ്കിലും ആധ്യാത്മിക തലത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും നല്ലൊരു എക്സാമ്പിൾസായി മാറാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മളൊരു ഉദാഹരണമാവണം. അപ്പോൾ ആരും അല്ലെങ്കിൽ ആൾക്കാർ നമ്മളെ നമ്മളെ എന്താ പറയുക, പ്രകീർത്തിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ നമ്മളെ പുകഴ്ത്താൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതല്ല ഉദ്ദേശം. എന്നാൽ നല്ലൊരു മനുഷ്യനായിട്ട് പെരുമാറ്റം കൊണ്ടും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള ഡീലിങ്ങും, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മളതിനെ നോക്കിക്കാണുന്ന ആ രീതിയും ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ നല്ലൊരു ഉദാഹരണമാവണം എന്നാണ് അർജുനനോട് കൃഷ്ണൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. 22-ാമത്തെ ശ്ലോകം. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനാവാപ്തം അവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. ശ്ലോകം 22, അധ്യായം 3. ഓക്കെ, വായിച്ചോളൂ. ശ്ലോകം വായിച്ചോളൂ ആരെങ്കിലും ഒരാൾ. ഹരേ കൃഷ്ണ പ്രഭു. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനാവ്യാപ്തമവാപ്സ്യം വർത്തായേവ ച കർമ്മണി. വിവർത്തനം കൂടെ വായിക്കൂ. പാർത്ഥ, 3 ലോകങ്ങളിലും എനിക്ക് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല, ഇല്ലാത്തതായോ ആവശ്യമായതായോ ആയി യാതൊന്നുമില്ല. എങ്കിലും ഞാൻ വിധിക്കപ്പെട്ട കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഭാവാർത്ഥം. കണ്ടിന്യൂ പ്രഭു. കണ്ടിന്യൂ. ഭാവാർത്ഥം. വൈദിക സാഹിത്യം ഭഗവാനെ വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്. തമിശാരാണം പരമം മഹേശ്വരം തം ദേവതാനാം പരമം ച ദൈവന്ത പദീനാം പരമം പരസ്താത് വിദാമ ദേവം ഭുവനീശ്വരിമീഠ്യം ന തസ്യ കാര്യം കരണം ച വിദ്യതേന തസ്യ സാമാദിതി കഞ്ച ദൃശ്യദേവാരാധ്യ ശക്തിർ വിവിധൈത ശ്രുതേ സ്വാഭാവികമീ ജ്ഞാന ബലക്രിയാച. നിയന്താക്കളെ എല്ലാം ശ്രീ ഭഗവാൻ നിയന്ത്രിക്കുന്നു. നാനാഗ്രഹണാദികളിൽ വെച്ച് ശ്രേഷ്ഠനാണ് അവിടുന്ന്. എല്ലാവരും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ്. ഭഗവാൻ തന്നെയാണ് ജീവജാലങ്ങൾക്ക് പ്രത്യേകമായ അധികാരങ്ങൾ നൽകിയിരിക്കുന്നത്. അവയൊന്നും സ്വയം പരമാധികാരികളല്ല. അദ്ദേഹം സർവ്വദേവന്മാർക്കും ആരാധ്യനും ഭരണാധികാരികളിൽ അഗ്രഗണ്യനുമാണ്. ആരും അദ്ദേഹത്തെക്കാൾ വലിയവനല്ല. ഭൗതിക നേതാക്കളെക്കാളും നിയന്ത്രാതാക്കളെക്കാളും എത്രയോ സമുന്നതനും അവർക്കെല്ലാം പൂജനീയമാണ്. കാരണങ്ങൾക്കെല്ലാം ആദികാരണനായ അദ്ദേഹം. സാധാരണ ജീവാത്മാവിന്റെ മൂർത്തരൂപം പോലെയല്ല ശ്രീ ഭഗവാന്റേത്. അദ്ദേഹത്തിന്റെ ആത്മാവും ശരീരവും വ്യത്യസ്തങ്ങളല്ല. നിരപേക്ഷകനാണ് അദ്ദേഹം. അവിടുത്തെ ഇന്ദ്രിയങ്ങളെല്ലാം ദിവ്യങ്ങളാണ്. തന്റെ ഏതിന്ദ്രിയത്തിനും മറ്റൊന്നിന്റെയും പ്രവൃത്തി ചെയ്യാൻ കഴിയും. അതുകൊണ്ട് അദ്ദേഹത്തിന് സമാനനായോ അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠമായോ ആരും തന്നെയില്ല. അവിടുത്തെ വിഭൂതികൾ നാനാവിധങ്ങളാണ്. പ്രവർത്തനങ്ങൾ സ്വാഭാവികമായി തുടർന്നു പോരുന്നവയുമാണ്. ശേഷാശതരോപനിഷത്ത് 6.7.8. ഭഗവാനിൽ ഏതൊന്നും സമ്പൂർണ്ണ ഐക്യത്തോടും പൂർണ്ണ സത്യമായി നിലകൊള്ളുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. കർമ്മഫലങ്ങൾ ആവശ്യപ്പെടുന്നവന് മാത്രമാണ് കർത്തവ്യങ്ങൾ വിധിക്കപ്പെട്ടുള്ളത്. 3 ലോകങ്ങളിൽ നിന്നും നേടേണ്ടതായൊന്നുമില്ലാത്തവന് എന്തുണ്ട് കർത്തവ്യം? എങ്കിലും ശ്രീകൃഷ്ണ ഭഗവാൻ ക്ഷത്രിയരുടെ നേതാവെന്ന നിലയിൽ കുരുക്ഷേത്ര യുദ്ധരംഗത്ത് പ്രവർത്തിച്ചു. കഷ്ടപ്പെടുന്നവരെ രക്ഷിക്കേണ്ടത് ക്ഷത്രിയർക്ക് വിധിക്കപ്പെട്ട ചുമതലയാണല്ലോ. വൈദിക ഗ്രന്ഥങ്ങളിലെ വിധി നിക്ഷേപങ്ങൾക്ക് അതീതനാണ്.
ഭഗവാൻ എന്നിരിക്കലും വേദശാസ്ത്രങ്ങളെ അതിലംഘിക്കുന്ന ഒരു പ്രവൃത്തിയും അദ്ദേഹം ചെയ്യാറില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മധുജൻ. നമേ പാർത്ഥാസി കർത്തവ്യം. കൃഷ്ണൻ പറയുവാണ്, എനിക്ക് ഒരു കർത്തവ്യവും ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും പറയുകയാണെങ്കിൽ. കാര്യം അദ്ദേഹം ഭഗവാനാണ്, നമ്മളെപ്പോലെ സാധാരണ മനുഷ്യനല്ല. ഭഗവാൻ പറയുന്നു, എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ കർത്തവ്യങ്ങളോ അല്ലെങ്കിൽ കർമ്മങ്ങളോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ത്രിഷു ലോകേഷു കിഞ്ചന, അതായത് ഏത് 3 ലോകങ്ങളിലും, കാര്യം അദ്ദേഹം എല്ലാ ലോകങ്ങളുടെയും ഉടമസ്ഥനാണ് അല്ലേ, എല്ലാത്തിൻ്റെയും കാരണം അദ്ദേഹമാണ്, അല്ലെങ്കിൽ സർവ്വകാരണങ്ങളുടെയും കാരണമാണ്, പരമദിവ്യോത്തമ പുരുഷനാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നു, എനിക്ക് കർമ്മങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല. എന്നാലും അദ്ദേഹം പറയുന്നു, എന്നാലും ഞാൻ ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ളവർക്ക് ഉദാഹരണമാക്കാൻ. ഭഗവാൻ അവതാരം എടുക്കുമ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഭഗവാൻ പറയുവാണ്. അതായത് ഭഗവാൻ അർജുനൻ്റെ കൂടെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിൽക്കുവാണ് അല്ലേ. അദ്ദേഹത്തിന് അവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ? ശരിക്കും നിൽക്കേണ്ട കാര്യമില്ല. അർജുനൻ്റെ തേരാളി ആവേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. പക്ഷെ അദ്ദേഹം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹം പറയുന്നു, ഞാൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവതാരത്തിലും അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി അദ്ദേഹം ചെയ്യുന്നു. എന്നാൽ അത് എന്തിനു വേണ്ടിയിട്ട്? മറ്റുള്ളവർക്കൊരു എക്സാമ്പിൾ ആവാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർ ഫോളോ ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് ഇവിടെ കുരുക്ഷേത്ര ഭൂമിയിൽ മാത്രമല്ല അദ്ദേഹം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. കൃഷ്ണൻ അവതാരം എടുത്ത് വന്ന സമയത്ത്, ദ്വാരകയിൽ ഇരിക്കുന്ന സമയത്ത് കൃഷ്ണൻ്റെ പത്നിമാർ അല്ലേ, നമുക്കറിയാം ഒരുപാട് രാജ്ഞിമാരുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ രാജ്ഞിമാരുടെ കൂടെ ഓരോരുത്തരുടെ കൊട്ടാരത്തിലും അദ്ദേഹം ഉണ്ടായിരുന്നു. ഓരോരുത്തരുടെ കൂടെയും ഒരേ സമയത്ത് ഒരേപോലെ ഉണ്ടായിരുന്നു. അത് ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലേ, സാധാരണ ഒരാൾക്ക് സാധിക്കില്ല. പിന്നെ അങ്ങനെ രാജ്ഞിമാരെ എന്തുകൊണ്ട് ഇത്രയും രാജ്ഞിമാരെ വിവാഹം കഴിച്ചു എന്നുള്ളത് ക്വസ്റ്റ്യൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതിനും ഉത്തരവുണ്ട്. കാര്യം ഭൗമാസുരൻ അവരെല്ലാവരും തട്ടിക്കൊണ്ടുപോയിക്കായിരുന്നു. ഈ രാജ്ഞിമാരെ എല്ലാവരും ഒരുപാട് വലിയ കുടുംബത്തിലെ രാജ്ഞിമാരാണ് അവർ ശരിക്കും. അപ്പോൾ അവരെ അസുരൻ തട്ടിക്കൊണ്ടുപോയി. അന്നത്തെ കാലത്ത് വേറൊരു പുരുഷൻ്റെ ഒരു ടച്ച് അല്ലെങ്കിൽ സ്പർശനം വന്നാൽ തന്നെ അവരെ പിന്നെ അവരുടെ പറയുന്നത് പിന്നെ വീട്ടിൽ ആരും അംഗീകരിക്കില്ല, നാട്ടിൽ ആരും അംഗീകരിക്കില്ല. അങ്ങനത്തെ ഒരു കാലമാണത്. അപ്പോൾ അവരെ ഭൗമാസുരൻ എല്ലാവരും കൊണ്ടുപോയി. അവരൊന്നും ചെയ്തിട്ടില്ല ഭൗമാസുരൻ, പക്ഷെ എന്നാലും കുറേ ദിവസങ്ങൾ ഭൗമാസുരൻ്റെ കസ്റ്റഡിയിലായിരുന്നു. അപ്പോൾ കൃഷ്ണൻ അവരെ വന്ന് രക്ഷിക്കുമ്പോൾ, ഭൗമാസുരനെ കൊന്ന് അവരെ രാജ്ഞിമാരെ അവിടെ നിന്ന് രക്ഷിക്കുന്ന സമയത്ത് കൃഷ്ണൻ തിരിച്ചു പോവുമായിരുന്നു. ആക്ച്വലി അവർ വിവാഹം കഴിക്കാൻ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ പറഞ്ഞു, ഞങ്ങളെ ഇനി ആരും ഞങ്ങളെ സ്വീകരിക്കില്ല, അതുകൊണ്ട് അങ്ങ് തന്നെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ കൃഷ്ണൻ അങ്ങനെ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്കൊരു ഫ്യൂച്ചർ ഇല്ലയെന്ന് അവർ പറഞ്ഞപ്പോൾ അവർ അവസരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം ഈ 16,108 ഭാര്യമാരെ അദ്ദേഹത്തിന് വരുന്നത്. 16,108 ഇല്ല, അവസാനത്തെ രുക്മിണിയും സത്യഭാമയൊക്കെ ഭഗവാൻ അത് ശരിക്കും പ്രോപ്പറായിട്ട് കല്യാണം കഴിച്ചിട്ടുള്ളതാണ്. ഈ പറയുന്ന 16,000-ഓളം രാജ്ഞിമാരാണ് ഏകദേശം ഭൗമാസുരൻ കൊണ്ടുപോയത്. അപ്പോൾ അവരെ അദ്ദേഹം സ്വീകരിക്കുന്നു. എന്നിട്ട് അവർക്ക് ഓരോരുത്തർക്കും ഓരോ കൊട്ടാരം കിട്ടുന്നു. എന്നിട്ട് ഓരോ കൊട്ടാരത്തിനകത്തും അദ്ദേഹം ഒരേ സമയത്തുണ്ടായിരുന്നു. അതായത് അദ്ദേഹം 16,108 എക്സ്പാൻഡ് ആവുകയാണ് ചെയ്യുന്നത്. ഒരേ സമയത്ത് രുക്മിണിയുടെ കൂടെ ഉണ്ടാവും, അതേ സമയത്ത് സത്യഭാമ ദേവിയുടെ കൂടെ ഉണ്ടാവും, അതേ സമയത്ത് മറ്റുള്ള എല്ലാ രാജ്ഞിമാരുടെ കൂടെയുണ്ട്. എന്നിട്ട് പറയുന്നു, എല്ലാ വീട്ടിലും, ഇത് പറയുന്നുണ്ട് ഭാഗവതത്തിലും ശാസ്ത്രങ്ങളിലും, അതായത് ഒരു ഗൃഹസ്ഥാശ്രമത്തിൽ ഒരു പുരുഷൻ, ഒരു ഭർത്താവ് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം അദ്ദേഹം ചെയ്തിരുന്നു. എന്തിനാണ് അദ്ദേഹം ചെയ്തത്? നമുക്ക് എക്സാമ്പിൾ ആക്കാൻ, നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കണം. അതാണ് പറയുന്ന പോയിന്റ്. അതാണ് നമ്മൾ ആ പോയിന്റിലേക്കാണ് എത്തുന്നത്. ഭഗവാൻ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ അദ്ദേഹം ആസ് എ ലീഡർ അദ്ദേഹത്തിന് എല്ലാവരും നോക്കിക്കാണും. അദ്ദേഹം ശരിക്കും ചെയ്താൽ അത് ഫോളോ ചെയ്യാൻ ആളുകളുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന കർത്തവ്യങ്ങളൊക്കെ കടമകളൊക്കെ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ രാജ്ഞിമാരെ വിവാഹം കഴിക്കാനുള്ള ഒരു കാരണം അതാണ്. രണ്ടാമതൊരു കാരണം കൂടെയുണ്ട്. നമ്മുടെ ആചാര്യന്മാർ പറയുന്നു, ഈ പറയുന്ന രാജ്ഞിമാരൊക്കെ
ഒരുപാട് ജന്മാന്തരങ്ങളായിട്ട് തപസ്യ ചെയ്ത് ഒരുപാട് തപസ്യകളും ഒരുപാട് അനുഷ്ഠാനങ്ങളും ഒരുപാട് പ്രാർത്ഥനയും ഒരുപാട് കാര്യങ്ങളും ചെയ്തതിന് ശേഷം അത് എന്തിനു വേണ്ടിയിട്ട് അവർ ചെയ്തത്? ഈ അനുഷ്ഠാനങ്ങളും അവരുടെ ഒരുപാട് തപസ്യകളും ചെയ്തത് ഭഗവാനെ ഭർത്താവായി കിട്ടാൻ വേണ്ടി. അങ്ങനെ അവർക്ക് അവസരം കിട്ടുന്നു. പിന്നെ അത് ഒരു കാര്യം. പിന്നെ അതേപോലെ തന്നെ ദണ്ഡകാരണ്യ വനത്തിൽ, ദണ്ഡകാരണ്യ ഫോറസ്റ്റ്, ദണ്ഡകാരണ്യ കേട്ടിട്ടുണ്ടാവും. ശ്രീരാമചന്ദ്ര ഭഗവാന്റെ യുഗത്തിൽ, ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്ര ഭഗവാനും സീതാദേവിയും കൂടെ കാട്ടിലൂടെ, ദണ്ഡകാരണ്യ ഫോറസ്റ്റിലൂടെ, കാട്ടിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവിടെ കുറേ സാധുക്കളുണ്ടായിരുന്നു, കുറേ മുനിമാരുണ്ടായിരുന്നു, സേജസ് ഉണ്ടായിരുന്നു. ഈ ഋഷിവര്യന്മാർ, ആ ഋഷിവര്യന്മാർ 16,000 ഋഷിവര്യന്മാരുണ്ട് അവിടെ പറയുന്നു. ഈ ഋഷിവര്യന്മാർക്കൊക്കെ അവർ ഭൗതികമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും അവർക്കില്ലാത്ത ആൾക്കാരാണ്. കാര്യം വരിഷ്ഠരായിട്ടുള്ള ഭക്തരാണ് അവർ. ഭൗതികമായിട്ടുള്ള ഒന്നിനോടും ഒരു താല്പര്യമോ ഒരു അറ്റാച്ച്മെൻറ്റോ ഇല്ലാത്തവരാണ് അവർ. കാട്ടിലാണ് ഉള്ളത്. എല്ലാത്തിൽ നിന്നും വിരക്തി നേടിയവരാണ് അവർ. അവർക്ക് ഭഗവാൻ മാത്രമേ ഉള്ളൂ. അവർ ധ്യാനിക്കുന്നു, ഭഗവത് സേവനങ്ങൾ ചെയ്യുന്നു, ഇത് മാത്രമാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ശ്രീരാമചന്ദ്ര ഭഗവാൻ അതിലൂടെ പോയ സമയത്ത് ശ്രീരാമചന്ദ്ര ഭഗവാൻ അവർ കണ്ടു. ഭഗവാന്റെ സൗന്ദര്യം കണ്ടപ്പോൾ, ഭഗവാന്റെ രൂപം കണ്ടപ്പോൾ, ആ സൗന്ദര്യം കണ്ടപ്പോൾ ഈ ഋഷിവര്യന്മാർക്ക് അവരുടെ മനസ്സിൽ എല്ലാവർക്കും ഒരേ സമയത്ത് ഒരേപോലെ ആഗ്രഹം തോന്നി. ഓഹോഹോ, ഇതേപോലെ ഒരു പുരുഷൻ, ഇത് ഭഗവാനാണെന്ന് അവർക്കറിയാം. അപ്പോൾ ഈ ഭഗവാന്റെ പത്നിയാവണം എന്നുള്ളൊരാഗ്രഹമുണ്ട്, ഭഗവാന്റെ ഭാര്യയാവണം എന്ന ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹം അവരുടെ ഉള്ളിൽ വന്നു. അപ്പോൾ ഒന്ന് ആലോചിക്കണം, അവർക്ക് അങ്ങനെ ആഗ്രഹം വന്നത് തെറ്റാണോ? തെറ്റല്ല. കാര്യം ഭഗവാനോടാണ് അവർക്ക് അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടുള്ളൂ, വേറെ ഒന്നിനോടും തോന്നിയിട്ടില്ല, അല്ലേ? അപ്പം അങ്ങനെ ഒരു ചിന്ത അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റല്ല, അത് അവരുടെ ആഗ്രഹമായിരുന്നു. എന്നിട്ട് അവർ ആ ആഗ്രഹം പ്രകടിപ്പിച്ചു. ശ്രീരാമചന്ദ്ര ഭഗവാനോട് പറഞ്ഞു, ഞങ്ങൾ എല്ലാത്തിൽ നിന്നും വിരക്തി നേടിയവരാണ്, പക്ഷേ അങ്ങേ കണ്ടപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം വന്നു. എല്ലാവരും ഒരേ സമയത്ത് ഒറ്റ സ്വരത്തിൽ പറഞ്ഞു. ഈ 16,000 ഋഷിവര്യന്മാരും. ശ്രീരാമചന്ദ്ര ഭഗവാൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഈ ഒരു യുഗത്തിൽ എൻ്റെ അവതാരം ഏകപത്നി വ്രതമാണ് എനിക്കുള്ളത്. എനിക്ക് വേറെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല. എന്നാൽ ഞാൻ അടുത്ത യുഗത്തിൽ വരും, കൃഷ്ണനായിട്ട് വരും. അല്ലെങ്കിൽ കൃഷ്ണൻ സ്വയം, അതായത് സ്വയം ഭഗവാൻ കൃഷ്ണനായിട്ട് ഞാൻ അടുത്ത ദ്വാപരയുഗത്തിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ ആഗ്രഹം ഞാൻ സബലീകരിച്ച് തരും, നിങ്ങളുടെ ആഗ്രഹം ഞാൻ നടത്തി തരും. ഇപ്പോൾ എനിക്ക് സാധിക്കില്ല, ഈ ഒരു അവതാരത്തിൻ്റെ ലക്ഷ്യമനുസരിച്ച് അങ്ങനെ ഒരു കാര്യം നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വാക്ക് കൊടുത്തു ശ്രീരാമചന്ദ്ര ഭഗവാൻ. അങ്ങനെയാണ് പിന്നെ കൃഷ്ണൻ ദ്വാപരയുഗത്തിൽ വന്നപ്പോൾ ആ 16,000 ഋഷിവര്യന്മാരാണ് ഈ രാജ്ഞിമാർ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പല കണക്ഷൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നത്. ഇതിന് ആചാര്യന്മാർ പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ആചാര്യന്മാർ ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതിലൊരു മിസ്ഇൻ്റർപ്രിട്ടേഷൻ്റെ ആവശ്യമില്ല. അല്ലാതെ കൃഷ്ണൻ മനുഷ്യരെ പോലെ കാമാസക്തി കൊണ്ട് ഇത്രയും വിവാഹം കഴിച്ചിട്ടുള്ളതല്ല. അതിൻ്റെ പുറകിൽ കാരണങ്ങളുണ്ട്. ഇത്രയും വലിയ കാരണങ്ങൾ, ഇതിനും വലിയ കാരണങ്ങൾ, അല്ലെങ്കിൽ ഇതിനും വലിയ കാരുണ്യം വേറെ ആർക്കും ഉണ്ടാവും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാന്റെ ഭക്തരുടെ ആഗ്രഹം നടത്തി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളൂ, അല്ലാതെ വേറൊന്നും അദ്ദേഹം ചെയ്യുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്തും ചെയ്യാൻ തയ്യാറാണ് ഭക്തർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കൃഷ്ണനെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. പലവരും തെറ്റിദ്ധരിക്കുന്നത് ഇങ്ങനെയും പല ആളുകൾക്ക് ഒരു ധാരണയുണ്ട്, ഭഗവാൻ കൃഷ്ണൻ ഇതേപോലെ ഒരുപാട് ഭാര്യയുണ്ട്, ഒരുപാട് ഗോപികമാർ. അവർക്കറിയില്ല കൃഷ്ണൻ ആരാണെന്നറിയില്ല. പരമദിവ്യോത്തമ പുരുഷൻ, അദ്ദേഹത്തിന് ഇതൊന്നും വിഷയമല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭക്തരെന്താണോ ആഗ്രഹിക്കുന്നത് അത് സാധിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് അത് സാധിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പം നമുക്ക് പല ആഗ്രഹമായിട്ട് നമ്മൾ ഭഗവാന്റെ അടുത്ത് പോകും. അപ്പം നമ്മൾ ഭഗവാൻ നമ്മുടെ ആഗ്രഹം സാധിപ്പിച്ച് തരുവാണെങ്കിൽ നമുക്ക് സന്തോഷമാവും അല്ലേ? അതേപോലെ അതിനു വേണ്ടിയിട്ട് യോഗ്യതയും കൂടെ ഉണ്ടാവണം. അപ്പോൾ അവർക്കൊക്കെ യോഗ്യതയുണ്ട്. സാധാരണ ഋഷിവര്യന്മാരല്ല ദണ്ഡകാരണ്യത്തിലുണ്ടായിരുന്നത്.
ശ്രീരാമചന്ദ്ര ഭഗവാനെ നേരിട്ട് കാണാനുള്ള മഹാസൗഭാഗ്യം കിട്ടിയവരാണ്. അവരെക്കുറിച്ച് വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളാണ്. ഇപ്പോൾ സാധാരണ വ്യക്തികളല്ല, ഒരുപാട് തപസ്യ ചെയ്ത് ആ ഒരു ക്വാളിഫിക്കേഷൻ നേടിയിട്ടുള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ആഗ്രഹം ചെയ്തു കൊടുക്കുന്നു, ഭഗവാൻ സാധിപ്പിച്ചു കൊടുക്കുന്നു. പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ ഭാഗത്ത് ഭഗവാൻ ചെയ്യുന്നതെല്ലാം കറക്റ്റാണ്, ഭഗവാൻ ചെയ്യുന്നതെല്ലാം ശരി മാത്രമാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നോ അത് ശരി മാത്രമേ ആവുള്ളൂ. പക്ഷേ അതിനുള്ള യോഗ്യത ഇല്ലാത്തവർ അത് ശരിയായിട്ടുള്ളത് തെറ്റായിട്ട് കണക്കാക്കുന്നു. ഇതാണ് പ്രശ്നം. അപ്പോൾ ലോകത്തിലെ ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. പ്രോപ്പറായിട്ട് വളരെ ക്ലിയർ ആയിട്ട് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. നമ്മുടെ ആചാര്യ ഗുരുജനങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കി പോയാൽ ഒരു കൺഫ്യൂഷനും അവിടെ വരുന്നില്ല. അപ്പോൾ ഇവിടെ ഈ ശ്ലോകത്തിലും ഭഗവാൻ പറയുന്നത് എനിക്ക് ഡ്യൂട്ടി ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ ഞാൻ ചെയ്യുന്നു. ആസ് എ മാറ്റർ ഓഫ് ഡ്യൂട്ടി ഞാൻ ചെയ്യുന്നു. എല്ലാവരും എന്നെ ഫോളോ ചെയ്യുന്നത് കൊണ്ട്. ശീലപ്രഭുപാജി ഭാവാർത്ഥത്തിൽ ശ്വേതാശ്വതര ഉപനിഷത്തിൻ്റെ ശ്ലോകം ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. മാതാജി അത് വായിച്ചു. അപ്പോൾ അതിൽ വളരെ ക്ലാരിറ്റിയോടുകൂടി പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? പരമദിവ്യോത്തമ പുരുഷൻ ആണ് കൃഷ്ണൻ എന്നും, അതേപോലെ തന്നെ എല്ലാ സർവ്വചരാചരങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും കൺട്രോളർ അദ്ദേഹമാണെന്നുള്ളത്. എല്ലാത്തിൻ്റെയും കൺട്രോളർ, എല്ലാത്തിൻ്റെയും ഓണർ എന്ന് പറയില്ലേ നമ്മൾ, ഉടമസ്ഥൻ അദ്ദേഹമാണ്. എല്ലാം അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഇരിക്കുന്നത്. ആരുടെ? ഭഗവാന്റെ, കൃഷ്ണൻ്റെ. എല്ലാ ദേവന്മാരും അദ്ദേഹത്തിൻ്റെ കീഴിലാണുള്ളത്. നമ്മൾ കാണുന്ന ഇന്ദ്രൻ, ചന്ദ്രൻ, സൂര്യൻ, മറ്റുള്ള ദേവന്മാരെല്ലാവരും, ഗണപതി, ശിവൻ, ബ്രഹ്മാവ്, എല്ലാവരും ഇവരെല്ലാവരും വരിഷ്ഠരായിട്ടുള്ള ഭക്തരാണ്, ഭഗവാന്റെ ഭക്തരാണ്. അവരെല്ലാവരും ഭഗവാനാണ് മെയിൻ ബോസ്. CEO പോലെ ഭഗവാൻ CEO ആണ്, കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണെങ്കിൽ മറ്റുള്ളവരൊക്കെ മേ ബി ഡയറക്ടേഴ്സ് ആയിരിക്കും, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടേഴ്സ് പോലെ. അതാണ് അവരുടെ പൊസിഷൻ. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട് ഭഗവാൻ. അപ്പോൾ അതുകൊണ്ട് ഭഗവാന്റെ സ്ഥാനം ഭഗവാൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പോലെ ഈക്വലായിട്ടോ ആരുമില്ല, അതിനേക്കാൾ മുകളിലും ആരുമില്ല. എല്ലാവരും അദ്ദേഹത്തിൻ്റെ താഴെ തന്നെയാണ് പൊസിഷൻ വൈസ് നോക്കുവാണെങ്കിൽ. അത് ഇപ്പോൾ പറഞ്ഞ കാര്യം ശ്വേതാശ്വതര ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ ശ്വേതാശ്വതര ഉപനിഷത്ത് മാത്രമല്ല, ഭഗവത്ഗീതയിൽ നമ്മൾ 10ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച്. അദ്ദേഹത്തിൻ്റെ കാര്യം പറയുന്നു. വേറെ ഏത് ശാസ്ത്രം എടുത്താലും പറയുന്നുണ്ട് ക്ലാരിറ്റിയോട് കൂടിയിട്ട്, വളരെ ക്ലാരിറ്റിയോട് കൂടി പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനം, ഭഗവാന്റെ സ്ഥാനവും മറ്റുള്ള ദേവന്മാരുടെ സ്ഥാനവും എന്താണെന്ന് പറയുന്നുണ്ട്. അപ്പം എല്ലാം ഭഗവാനിൽ നിന്നാണ് വരുന്നത്, എല്ലാം അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലും കൂടിയാണ്. അപ്പോൾ ഫൈനലി ഇവിടെ ശീലപ്രഭുപാജി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പരമദൈവത്വം പുരുഷനായിട്ടുള്ള കൃഷ്ണന് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം അദ്ദേഹം എല്ലാത്തിൻ്റെയും തുടക്കം അദ്ദേഹമാണ്, എല്ലാത്തിൻ്റെയും കാരണം അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഇനി എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ ആസ് എ മാറ്റർ ഓഫ് ഡ്യൂട്ടി ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു കുരുക്ഷേത്ര ഭൂമിയിൽ അദ്ദേഹം ക്ഷത്രിയനായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഈ ഒരു അവതാരത്തിൽ അങ്ങനെ ഒരു റോൾ എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ആ റോള് ഭംഗിയായിട്ട് ചെയ്യുന്നു. അതാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ദ്വാരകയിലുള്ള സമയത്ത് നല്ലൊരു ഗൃഹസ്ഥ ആശ്രമത്തിലിരിക്കുന്ന ഒരു ഭർത്താവിനെ പോലെ അദ്ദേഹം ആ റോൾ എടുത്ത് നല്ല രീതിയിൽ ചെയ്യുന്നു. അപ്പോൾ മറ്റുള്ളവർക്ക് ഉദാഹരണമാവാൻ വേണ്ടി, എക്സാമ്പിൾ ആവാൻ വേണ്ടിയിട്ട്. അതാണ് പറയുന്നത്. അപ്പോൾ അർജുനനോട് പറയുന്നത് ഭഗവാൻ ഇതാണ്, അർജുനന് കൊടുക്കുന്ന ഉപദേശമാണ്. അപ്പോൾ നീയും അതേപോലെ ചെയ്യണം. നിന്നെ നോക്കിക്കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ നീ നല്ലൊരു എക്സാമ്പിൾ ആയിരിക്കണം. അല്ലാതെ യുദ്ധം ചെയ്യേണ്ട ക്ഷത്രിയൻ ഓടിപ്പോയി ഭീരുവിനെ പോലെ ഓടിപ്പോയി കാട്ടിലേക്ക് പോകാന്ന് പറയുന്നത് നല്ലൊരു ഐഡിയ അല്ല. ഇത് ധർമ്മയുദ്ധമാണ്. ധർമ്മയുദ്ധം ചെയ്യേണ്ടത് ക്ഷത്രിയൻ്റെ ധർമ്മമാണ്. അത് ചെയ്യാതെ നീ ഓടിപ്പോവാണെങ്കിൽ ആളുകൾ അത് കാണും. അത് കണ്ടു കഴിഞ്ഞാൽ അവർ നല്ലൊരു ഉദാഹരണമായിട്ട് നിന്നെ കണക്കാക്കില്ല, അല്ലേ? അതാണ് പറയുന്നത്. അടുത്ത ശ്ലോകം 23. യദി ഹി അഹം ന വർത്തേയം ജാതു കർമാണി അതന്ത്രിതഃ മമ വർത്തമാനുവർത്തന്തേ മനുഷ്യാ പാർത്ഥ സർവശഃ. യെസ്, ആരെങ്കിലും ഒരാൾ വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. യദി ഹ്യം ന വർത്തേയം ജാതു കർമ്മണ്യതന്ത്രിതഃ മമ വർത്തമാനുവർത്തന്തേ
മനുഷ്യാ പാർത്ഥ സർവശഃ. വെരി നൈസ്. മോളാണ് കേട്ടോ പ്രഭുജി വായിച്ചത്. ആ മനസ്സിലായി മനസ്സിലായി. മോളെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. മോള് പാട്ട് പാടുന്ന മോളല്ലേ? വെരി നൈസ്. നന്നായി ചൊല്ലി. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ഞാൻ ശ്രദ്ധയോടെ ചെയ്യാതിരുന്നുവെങ്കിലും അല്ലയോ പാർത്ഥ, ജനങ്ങൾ എന്റെ മാർഗം പിന്തുടരുമായിരുന്നു. ഭാവാർത്ഥം: ആധ്യാത്മിക പുരോഗതിക്ക് ആവശ്യമായ സാമൂഹ്യ സ്വാസ്ഥ്യം പുലർത്തിപ്പോരാൻ വേണ്ടി വംശപാരമ്പര്യമനുസരിച്ചുള്ള ആചാരങ്ങൾ സംസ്കാര സമ്പന്നനായ ഏതു മനുഷ്യനും വിധിക്കപ്പെട്ടിട്ടുണ്ട്. ബദ്ധരായ ജീവാത്മാക്കളെയല്ലാതെ ശ്രീകൃഷ്ണ ഭഗവാനെ ഒരിക്കലും ബാധിക്കുന്നവയല്ല ഈ നിബന്ധനകൾ. എങ്കിലും തന്റെ അവതാരം തന്നെ ധാർമ്മിക പ്രമാണങ്ങളെ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയാകയാൽ അദ്ദേഹം ആ നിബന്ധനകൾ അനുസരിച്ചു. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സർവോത്കൃഷ്ടമായ അധികാരികത്വമോർത്ത് സാധാരണ ജനങ്ങളെല്ലാം അവിടുത്തെ പിന്തുടരും. മതപരങ്ങളായ എല്ലാ ആചാരങ്ങളെയും നല്ലൊരു ഗൃഹസ്ഥൻ എന്ന നിലയിൽ ഗൃഹത്തിലും പുറത്തും ശ്രീകൃഷ്ണ ഭഗവാൻ അനുഷ്ഠിച്ചിരുന്നുവെന്ന് ഭാഗവതത്തിൽ നിന്നറിയാം. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു മോളു. താങ്ക് യു സോ മച്ച്. നന്നായി വായിച്ചു. നന്നായി ശ്ലോകം ചൊല്ലി. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പോൾ ഈ ശ്ലോകത്തിൽ പറയുന്നു, കൃഷ്ണൻ വീണ്ടും പറയുകയാണ് നേരത്തെ പറഞ്ഞ ശ്ലോകത്തിൻ്റെ ബാക്കി. അദ്ദേഹം പറയുന്നു, ഞാനെങ്ങാനും ഡ്യൂട്ടികൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാലോ എല്ലാവരും അത് ഫോളോ ചെയ്യും. ഭഗവാൻ പറയുകയാണ്, ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതായിരിക്കും അവർ കാണുന്നത്, പിന്നെ അത് ഫോളോ ചെയ്യും. അതുകൊണ്ട് ഓ പാർത്ഥ, ഞാൻ അതുകൊണ്ട് ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്, അപ്പം നീ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അതാണ് ചോദിക്കുന്നത് ഭഗവാൻ ആക്ച്വലി. അപ്പോൾ ശീല പ്രഭുപാജി ഭാവാർത്ഥത്തിൽ വീണ്ടും പറയുന്നതാണ്, കൃഷ്ണൻ ഈ അവതാരം എടുത്ത് വന്ന സമയത്ത് അദ്ദേഹം ആ ഒരു സമയത്ത് ആ സിറ്റുവേഷനിൽ എന്താണോ ചെയ്യേണ്ടത് ഡ്യൂട്ടി, അത് അദ്ദേഹം സാധാരണ ഒരു വ്യക്തി ചെയ്യേണ്ടത് പോലെ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശീല പ്രഭുപാജി പറയുന്ന അവസാനത്തെ വരിയിൽ ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാവിധ ഗൃഹസ്ഥാശ്രമത്തിലെ ഡ്യൂട്ടിയും അദ്ദേഹം ചെയ്തിരുന്നു അല്ലേ, ഒരു ഗൃഹസ്ഥനെ പോലെ അദ്ദേഹം ചെയ്തിരുന്നു. നമ്മൾ ഇപ്പോൾ പറഞ്ഞുള്ളൂ അതിനെക്കുറിച്ച് അല്ലേ. ആ കാര്യം ഇവിടെയാണ് പറയുന്നത്. ദ്വാരകയിൽ അദ്ദേഹം ഗൃഹസ്ഥനായിട്ടിരിക്കുന്ന സമയത്ത് എല്ലാ ഡ്യൂട്ടികളും വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പത്നിമാരോട് ചെയ്യേണ്ട ധർമ്മമാണെങ്കിൽ അത് ചെയ്തിട്ടുണ്ട്, മക്കളോടുള്ള ധർമ്മം എല്ലാം വളരെ ഭംഗിയായിട്ട്, പ്രജകൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എല്ലാ ഡ്യൂട്ടീസും അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു എക്സാമ്പിൾ ആയി മറ്റുള്ളവർക്ക് നല്ലൊരു എക്സാമ്പിൾ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. 24ാമത്തെ ശ്ലോകം. അടുത്ത ശ്ലോകത്തിൽ എന്താ പറയുന്നത് നോക്കാം. അതിൻ്റെ ബാക്കി. ഉത്സീദയുർ ഇമേ ലോക ന കൂര്യാം കർമ്മ ചേതഹം സങ്കരസ്യാച കർത്താസ്യാം ഉപഹന്യാം ഇമ പ്രജ. യെസ്, വായിച്ചോളൂ. ആർക്കാ വായിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ. ഹരേ കൃഷ്ണ. ആരുമില്ലേ? ഹരേ കൃഷ്ണ. വായിക്കൂ. ഉത്സീദേയുരിമേ ലോകാ ന കുര്യാം കർമ്മ ചേതഹം സങ്കരസ്യ ച കർത്താസ്യാം ഉപഹന്യാമി മാ പ്രജാ. ട്രാൻസ്ലേഷൻ വായിക്കൂ. പർപ്പോട്ട് ഇംഗ്ലീഷാണോ? അതെ പ്രഭു. കുഴപ്പമില്ല, വായിച്ചോളൂ. ഞാൻ വേദാഭ്യാസിന്ന് വായിച്ചാൽ മതിയോ? ഓക്കെ. എന്നാ സാരില്ലേ മാതാജി, നോ പ്രോബ്ലം. വേറെ ആർക്കെങ്കിലും വിവർത്തനം ഭാവാർത്ഥം വായിക്കണമെങ്കിൽ വായിക്കാം. യെസ്. ഞാൻ കർത്തവ്യം നിർവഹിക്കാതിരുന്നാൽ ഈ ലോകങ്ങളെല്ലാം നാശമടയും. അനാവശ്യമായ ജനപ്പെരുപ്പത്തിന് ഞാൻ കാരണമായി തീരും. അങ്ങനെ ജീവജാലങ്ങൾക്കെല്ലാം സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും. ഭാവാർത്ഥം: സമൂഹത്തിന്റെ സമാധാനം ഭഞ്ജിക്കുന്ന അനാവശ്യമായ ജനപ്പെരുപ്പമാണ് വർണ്ണസങ്കരം. ജനങ്ങളെ സ്വാഭാവികമായി തന്നെ സമാധാനപ്രിയരും ആധ്യാത്മിക പുരോഗതിക്ക് അനുയോജ്യമായ വിധം സംഘടിതരുമാക്കുന്ന ചിട്ടകളും നിബന്ധനകളും ഏർപ്പെടുത്തിയത് ഈ സാമൂഹ്യ അസ്വാസ്ഥ്യത്തെ തടയാൻ വേണ്ടിയാണ്.
ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിക്കുമ്പോൾ ഇത്തരം സുപ്രധാന അനുഷ്ഠാനങ്ങളുടെ ആവശ്യവും അതിന്റെ അന്തസ്സു പരിപാലിക്കുന്നതിന് സ്വാഭാവികമായും ഈ നിബന്ധനകൾ അനുസരിക്കുന്നു. സർവ്വ ജീവജാലങ്ങളുടെയും പിതാവാണല്ലോ ശ്രീ ഭഗവാൻ. നേരിട്ടല്ലെങ്കിൽ കൂടി ആ ജീവകോടികൾ വഴിപിഴച്ചു പോകുന്നതിന്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ധാർമ്മിക നിയമങ്ങൾ പൊതുവെ അവഗണിക്കപ്പെടുമ്പോൾ ഭഗവാൻ അവതരിച്ച സമൂഹത്തിന്റെ തെറ്റ് തിരുത്തുന്നു. ഭഗവാന്റെ കാൽപ്പാടുകൾ നോക്കി മുന്നേറേണ്ടുന്നവരാണെങ്കിലും നമുക്ക് അദ്ദേഹത്തെ അനുകരിക്കാനാവില്ലെന്ന് നാം മനസ്സിലാക്കണം. പിന്തുടരുന്നതും അനുകരിക്കുന്നതും ഒരുപോലെയല്ല. ശ്രീകൃഷ്ണ ഭഗവാൻ ബാല്യകാലത്ത് ഗോവർദ്ധന പർവ്വതം ഉയർത്തിപ്പിടിച്ചു എന്ന് വെച്ച് നമുക്ക് അങ്ങനെ ചെയ്യുക സാധ്യമല്ല. അത് ഒരു മനുഷ്യന് അസാധ്യമാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കണം, പക്ഷെ അദ്ദേഹത്തെ ഒരിക്കലും അനുകരിക്കേണ്ടതില്ല. ശ്രീമദ് ഭാഗവതം പറയുന്നു, നൈതൽ സമാചരേ ജാതു മനസാ പീഹ നിശ്ചര വിനശ്യത്ത് ചരൻ മൗഢ്യാത് യഥാ രുദ്രോബ്ദിജം വിഷം ഈശ്വരാണം വജഃ സത്യം തഥൈവ ചരിതം ക്വചിത് തേഷാം യത് സർവയോ ചുക്തം ബുദ്ധിമാംസ്തത് സമാചരേത്. ഭാഗവതം 10.33.30. ഭഗവാന്റെയും അദ്ദേഹത്താൽ നിയുക്തരായവരുടെയും ഉപദേശങ്ങൾ അനുസരിക്കുകയോ ഒരാൾ ചെയ്യേണ്ടതുള്ളൂ. നമ്മുടെ നന്മയ്ക്കുതകുന്നതാണ് അവരുടെ ഉപദേശങ്ങൾ. ബുദ്ധിയുള്ളവർ അത് അതേപടി അനുസരിക്കും. പക്ഷെ അവരുടെ പ്രവൃത്തികളെ അനുകരിക്കാൻ ശ്രമിക്കരുത്. പരമശിവനെ അനുകരിച്ച് സമുദ്രത്തിൽ നിന്ന് ഉളവായ വിഷം പാനം ചെയ്യാൻ ആരും തുനിഞ്ഞുകൂടാ. സൂര്യചന്ദ്രന്മാരുടെ ചലനങ്ങൾ പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന ആ ഈശ്വരന്മാരുടെ സ്ഥിതി നമ്മുടേതിനേക്കാൾ എത്രയോ ഉന്നതമാണെന്ന് നാം മനസ്സിലാക്കണം. മഹാശക്തന്മാരായ അവരെ അത്രത്തോളം കഴിവില്ലാത്ത നമ്മൾ എങ്ങനെ അനുകരിക്കും? ഒരു സമുദ്രത്തോളം തന്നെ വിഷം ശിവൻ കുടിച്ചു തീർത്തു. ഒരു സാധാരണ മനുഷ്യൻ അതിലൊരു തുള്ളി കുടിച്ചാൽ മരിച്ചത് തന്നെ. കഞ്ചാവ് മുതലായ ലഹരി പദാർത്ഥങ്ങളിൽ ആസക്തിയുള്ള ചില കപട ശിവഭക്തന്മാരുണ്ട്. ശിവന്റെ പ്രവൃത്തികളെ അനുകരിക്കുന്നത് കൊണ്ട് തങ്ങൾ മരണത്തെ വിളിച്ചു വരുത്തുകയാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ശ്രീകൃഷ്ണ ഭഗവാന്റെ ചില കപട ഭക്തന്മാർ അദ്ദേഹത്തിന്റെ രാസലീലകളെ അനുകരിക്കാൻ ഇഷ്ടപ്പെടുന്നു. തങ്ങൾക്ക് ഗോവർദ്ധനോദ്ധാരണം സാധ്യമല്ലെന്ന് അവർ ഓർക്കാറില്ല താനും. പ്രഭാവശാലികളുടെ ഉപദേശങ്ങൾ അനുസരിക്കുകയും നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അവരെ അനുകരിക്കാൻ തുനിയാതിരിക്കുന്നതാണ് ഉത്തമം. അവരുടെ സ്ഥാനത്ത് വേണ്ടുന്ന യോഗ്യതയില്ലാതെ സ്വയം പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുകയും അരുത്. ഭഗവാന്റെ വൈഭവം ഉൾക്കൊള്ളാത്ത അനേകം കപടാവതാരങ്ങൾ ഇവിടെ കണ്ടുവരുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഇവിടെ ഭഗവാൻ പറയുന്നു, ഞാൻ ഡ്യൂട്ടികൾ ചെയ്തില്ലെങ്കിലോ എന്താണ് സംഭവിക്കുന്നത്? ഈ ലോകം ആകെ താറുമാറാവും. ഭഗവാൻ പറയുകയാണ്, ഞാൻ എൻ്റെ ഡ്യൂട്ടീസ് ചെയ്തില്ലെങ്കിൽ. കാര്യം അത് ഇപ്പോൾ ഒരു അവതാരം എടുത്ത് വന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ അവതാരത്തിലിരിക്കുമ്പോൾ അദ്ദേഹം ഒരു ക്ഷത്രിയ കുലത്തിൽ ജനിക്കുന്നു അല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡ്യൂട്ടി അദ്ദേഹം ചെയ്യണം. അപ്പോൾ അദ്ദേഹം അത് ചെയ്യുന്നു ഭംഗിയായിട്ട്. ഇല്ലെങ്കിൽ അദ്ദേഹം പറയുന്നു, ഞാൻ വർണ്ണസങ്കരത്തിന് കാരണക്കാരനാവും. വർണ്ണസങ്കരം എന്ന് പറഞ്ഞാൽ എന്താണ്? വർണ്ണസങ്കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ചിട്ടയൊന്നുമില്ലാതെ മിക്സായിട്ട് ഉള്ള പോപ്പുലേഷൻ, അതായത് സ്ത്രീകൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കാതെ വരുമ്പോൾ, അതേപോലെ സ്ത്രീകൾ കണ്ടാമിനേറ്റ് ആവുമ്പോൾ, അല്ലെങ്കിൽ പുരുഷന്മാർ സ്ത്രീകളെ മിസ്യൂസ് ചെയ്യുമ്പോൾ, ഇങ്ങനെയുള്ള പല സിറ്റുവേഷൻസിലാണ് ഈ വർണ്ണസങ്കരം നടക്കുന്നത്. അതായത് ശാസ്ത്രപ്രകാരം വർണ്ണാശ്രമധർമ്മപ്രകാരം വിവാഹം കഴിക്കുന്നതിനും ഒരു രീതിയുണ്ട് അല്ലേ. മാച്ചിങ് ആയിട്ടുള്ള രണ്ട് വ്യക്തികൾ ആണ് വിവാഹം കഴിക്കുന്നത്. കുടുംബം തമ്മിലുള്ള മാച്ചിങ്, പിന്നെ ഹോറോസ്കോപ്പ് ഉണ്ടെങ്കിൽ അത്, ആസ്ട്രോളജി നോക്കി ജാതകം നോക്കുന്നുണ്ടെങ്കിൽ അത്, ഇതെല്ലാം എല്ലാത്തിലും കാര്യമുണ്ട്. ഇത് വെറുതെ ആരും ഉണ്ടാക്കിയിട്ടുള്ളതല്ല. അത് ശാസ്ത്രപ്രകാരം ചെയ്യുവാണ്. വേദങ്ങൾ പറയുന്ന പോലെ അങ്ങനെയാണ് വിവാഹം കഴിക്കേണ്ടത്. അതിൻ്റേതായിട്ടുള്ള ചിട്ടയോട് കൂടിയിട്ട് അതിനൊരു രീതി പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ തോന്നുന്ന പോലെയല്ല. തോന്നുന്ന പോലെ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ലിവിങ് ടുഗദർ ചെയ്യാം, അത് ചെയ്യാം, ഇത് ചെയ്യാം. സ്വന്തമായിട്ടുള്ള ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് റൂളിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ, ഇതാണ് വർണ്ണസങ്കരത്തിലേക്ക് എത്തിക്കുന്നത്. വർണ്ണസങ്കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശാസ്ത്രപ്രകാരം പറയുവാണെങ്കിൽ ബ്രാഹ്മണരെ വിവാഹം കഴിക്കുന്നു. ബ്രാഹ്മണർക്ക് ക്ഷത്രിയരെ വിവാഹം കഴിക്കാം. ബ്രാഹ്മണ പുരുഷന് വേണമെങ്കിൽ ഒരു ക്ഷത്രിയനെ വിവാഹം കഴിക്കാം, ക്ഷത്രിയ സ്ത്രീയെ വിവാഹം കഴിക്കാം. എന്നാൽ ഒരു ക്ഷത്രിയൻ പുരുഷന് ബ്രാഹ്മണ സ്ത്രീയെ വിവാഹം കഴിക്കാനുള്ള യോഗ്യതയില്ല. അതാണ്. അപ്പം മുകളിൽ വരുന്ന കാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഇതിനെ വർണ്ണം എന്ന് പറയുന്നു. കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടുള്ളൊരു ടെർമിനോളജിയാണ്. ഇന്നത്തെ കാലത്താണ് കാസ്റ്റ് ഉള്ളത്, അന്നത്തെ കാലത്ത് കാസ്റ്റ് അല്ല. ഇത് 4 വർണ്ണം, 4 ഡിവിഷൻ ആക്കിയിരിക്കുകയാണ്. വളരെ സിമ്പിളാണ്.
ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്ന് പറഞ്ഞിട്ട്, അല്ലേ? അപ്പോൾ ശാസ്ത്രപ്രകാരം അതിനൊരു വിധി പറയുന്നുണ്ട് ആർക്ക് ആരെ വിവാഹം കഴിക്കാമെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് ചെയ്തില്ലെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ബ്രാഹ്മണനും ശൂദ്രനും തമ്മിലുള്ള വിവാഹം നടന്നു കഴിഞ്ഞാൽ അത് വർണ്ണസങ്കരം പോലെയാണ്. കാര്യം കോമ്പാറ്റബിലിറ്റി ഇല്ല. ബ്രാഹ്മണർ പൂർണ്ണമായിട്ടും അവർ ശാസ്ത്രങ്ങൾ പഠിച്ചും സത്വഗുണത്തിലുള്ള ആളുകളാണ്. ശൂദ്രർ പലപ്പോഴും തമോ ഗുണത്തിലും രജോ ഗുണത്തിലുള്ള ആൾക്കാരാണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോൾ എങ്ങനെ മാച്ച് ആവും? ഇപ്പോൾ കോമ്പാറ്റബിലിറ്റി ഇഷ്യൂ വരും, അല്ലേ? അതാണ് സംഭവിക്കുന്നത്. ഇതാണ് വർണ്ണസങ്കരം. നേരെ മറിച്ച് രണ്ട് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ആളുകളാണെങ്കിലോ അത് സക്സസ്ഫുൾ ആയിട്ട് പോകും മുന്നോട്ട്, അല്ലേ? എല്ലാം കൊണ്ടും കോമ്പാറ്റബിലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഭഗവാൻ പറയുന്നു, ഞാൻ ശരിയായിട്ടുള്ള രീതിയിൽ ഡ്യൂട്ടീസ് ഒന്നും ചെയ്തില്ലെങ്കിൽ ഇവിടെ പല പ്രശ്നങ്ങളും നടക്കും. അതേപോലെ ഇതുപോലെ വർണ്ണസങ്കരമൊക്കെ നടക്കും. അങ്ങനെ യോഗ്യതയുള്ളവരും ഇല്ലാത്തവരും എല്ലാം കൂടെ മിക്സായി ആകെ പ്രശ്നവും. ആ ഒരു വർണ്ണസങ്കരമാണ് നമ്മളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രമാണ്. വർണ്ണസങ്കരം മാത്രമേ ഉള്ളൂ. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും താറുമാറായി കിടക്കുകയാണ്, മിക്സാണ്, അല്ലേ? അപ്പോൾ ആകെ പ്രശ്നങ്ങളുണ്ടാവുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഒരു സമാധാനപരമായിട്ടുള്ളൊരു ലോകമല്ല അല്ലാതെ മാറിയതിൻ്റെ കാരണം ഇതൊരു കാരണമാണ്, വലിയൊരു കാരണമാണ്. ശാസ്ത്രങ്ങളിൽ വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട് വിവാഹം കഴിക്കുമ്പോൾ വിവാഹം കഴിക്കേണ്ടത് എങ്ങനെയാണ്, കഴിക്കേണ്ട ആ യോഗ്യതകളെക്കുറിച്ചും, ഇനി അതിനുശേഷം വിവാഹം കഴിഞ്ഞുള്ള കാര്യങ്ങളും എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു ഗൃഹസ്ഥാശ്രമത്തിൽ ജീവിക്കേണ്ട രീതികളും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ആരും ഫോളോ ചെയ്യുന്നില്ല. ഇപ്പോൾ ആളുകൾ ഒരേ ഒരു കാര്യത്തിൻ്റെ പുറകിലാണ് ഓടുന്നത്. എന്താണ്? ഇന്ദ്രിയ സുഖഭോഗം. അവനവൻ്റെ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അവർ എന്ത് റൂളും ബ്രേക്ക് ചെയ്യാൻ തയ്യാറാണ്. എല്ലാ ശാസ്ത്രങ്ങളിലെ എല്ലാ റൂളും ബ്രേക്ക് ചെയ്ത് അവനവൻ്റെ ഇന്ദ്രിയ സുഖഭോഗത്തിൻ്റെ പുറകിൽ ഓടുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണ്? വർണ്ണസങ്കരം. പിന്നെ എങ്ങനെ കളവ് കൂടാതിരിക്കും ഈ ലോകത്ത്? എങ്ങനെ ഈ ലോകത്തിൽ ശാന്തി സമാധാനം കിട്ടും? കളവ്, ചതി, വഞ്ചന ഇതെല്ലാം വരുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ അതായത് കോമ്പാറ്റബിലിറ്റി ഇഷ്യൂ വരുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ സത്വഗുണത്തിൽ ഇരിക്കേണ്ട ആള് തമോ ഗുണത്തിൽ വരികയാണെങ്കിൽ, തമോ ഗുണത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഈ പറയുന്ന പോലെ ചതിക്കലും കൊലപാതകവും മറ്റുള്ളവർ ഉപദ്രവിക്കലും ഒക്കെ. അതൊക്കെ തമോ ഗുണത്തിൽ വരുന്ന കാര്യം. രജോ ഗുണം തമോ ഗുണത്തിലൊക്കെ ഉള്ള ആളുകൾ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. ഭഗവത്ഗീതയുടെ ആദ്യത്തെ അധ്യായത്തിലും അർജുനൻ തന്നെ പറയുന്നുണ്ട് ഈ പ്രശ്നം. അർജുനനൊരു പേടിയുണ്ടായിരുന്നു. യുദ്ധം ചെയ്ത് ആളുകൾ മരിക്കുകയാണെങ്കിൽ ഇതേപോലെ സ്ത്രീകൾ അബലരാവും, സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആളുകളില്ലാതെയാവും. അപ്പം അങ്ങനെ വരുമ്പോൾ പുരുഷന്മാർ മിസ്യൂസ് ചെയ്യും, അങ്ങനെ വർണ്ണസങ്കരം നടക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം യുദ്ധം ചെയ്യില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു റീസണായിട്ട് പറയുന്ന ഒരു റീസണും കൂടിയാണത്, അല്ലേ? അപ്പോൾ നമ്മളിത് അവിടെ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും ഭഗവാൻ ഇവിടെ നേരിട്ട് എടുത്തു പറയുന്നു, ഓർമ്മിപ്പിക്കുന്നു അർജുനനെ. ഡ്യൂട്ടീസ് ചെയ്യേണ്ട പോലെ ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. കാര്യം അർജുനൻ്റെ ഡ്യൂട്ടി യുദ്ധം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ആ യുദ്ധം അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. കാര്യം ധർമ്മത്തെ പുനഃസ്ഥാപിക്കേണ്ട യുദ്ധമാണത്, ധർമ്മയുദ്ധമാണ്. ആ ധർമ്മയുദ്ധം ചെയ്തില്ലെങ്കിൽ ഇതേപോലെ പ്രശ്നങ്ങൾ സംഭവിക്കും. അതായത് യോഗ്യതയില്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ അർഹതപ്പെടാത്തൊരു വ്യക്തി, ഇനി അല്ലെങ്കിൽ ആസുരിക മെൻറ്റാലിറ്റി, ആസുരിക ചിന്താഗതിയുള്ള ഒരു വ്യക്തി ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? മറ്റു പ്രജകളുടെ കാര്യം പ്രശ്നമാണ്, അല്ലേ? അപ്പോൾ അത് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ കൺട്രോൾ പോയി കഴിഞ്ഞാൽ, ആസുരിക ചിന്താഗതിയുള്ള ആളുകളുടെ കയ്യിൽ ലോകം പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഭഗവാൻ അത് ആഗ്രഹിക്കുന്നില്ല. ഭഗവാന്റെ അവതാരത്തിൻ്റെ ഒരു ഉദ്ദേശം തന്നെ അതാണ്, പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതം, അല്ലേ? ധർമ്മം പുനഃസ്ഥാപിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം വരുന്നത്. സോ അതുകൊണ്ട് അദ്ദേഹം ചെയ്യേണ്ട ഡ്യൂട്ടീസ് പ്രോപ്പറായിട്ട് ചെയ്തു കാണിക്കുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവർക്ക് നല്ലൊരു ഉദാഹരണമായിട്ട് അദ്ദേഹം ചെയ്യുന്നു. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഇവിടെ ശിലപ്രഭുജി പറയുന്നു, നമ്മൾ ഓർക്കേണ്ടതും എന്താണ്? നമുക്ക് ആർക്കും ഭഗവാനെ അല്ലെങ്കിൽ ഭഗവാന്റെ പോലെയുള്ള ഭക്തരെ ഇമിറ്റേറ്റ് ചെയ്യാൻ നമുക്ക്, അതേപോലെ പോലെ എന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ
ഒരു അതല്ലെങ്കിൽ ചില ഭക്തരൊക്കെ ഉണ്ട്, ആ ഒരു ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ, ചിലപ്പോൾ അവരെ നമ്മൾക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഉദാഹരണത്തിന് ശ്രീല ഹരിദാസ് ഠാക്കൂർ, അദ്ദേഹം ഭക്തനാണ്. ഹരിദാസ് ഠാക്കൂറിനെ ആർക്കും നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഭഗവാനെയും അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇമിറ്റേഷൻ നമുക്ക് സാധിക്കില്ല, അത് ചെയ്യേണ്ട ആവശ്യമില്ല. ശിലപ്രഭാത് പറയുന്നു, ഭഗവാൻ ഗോവർദ്ധന പർവ്വതം എടുത്ത് പൊക്കി, അതുപോലെ നമുക്ക് പൊക്കാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അതാണ് പറയുന്നത്, ഇമിറ്റേഷൻ നടക്കില്ല, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല, ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെവിടെ എത്താൻ പോകുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കില്ല ഇമിറ്റേറ്റ് ചെയ്യാൻ. ചെയ്യേണ്ടത് എന്താണ്? അവർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫോളോ ദെയർ ഇൻസ്ട്രക്ഷൻ. ഭഗവാൻ പറയുന്നു, അത് ഫോളോ ചെയ്യുന്നു. ഭഗവാന്റെ ശുദ്ധ ഭക്തർ പറയുന്നു, അത് ഫോളോ ചെയ്യുന്നു. ഗുരുജനങ്ങളും ആചാര്യന്മാരും പറയുന്നു, അത് നമ്മൾ ഫോളോ ചെയ്യുന്നു. അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അവർ ചിലപ്പോൾ 24 മണിക്കൂർ ഉറങ്ങാണ്ട്, ഒരു മണിക്കൂർ പോലും ഉറങ്ങാതെയൊക്കെ ആയിരിക്കും അവർ പുസ്തകം, ശാസ്ത്രങ്ങൾ എഴുതിയിട്ടുണ്ടാകുന്നതും പുസ്തകങ്ങൾ എഴുതുന്നതും അല്ലെങ്കിൽ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നതും റെസ്റ്റ് ഇല്ലാതെ. നമുക്ക് അവരെ പോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ സാധിക്കുമോ? 1 മാസം നമ്മൾ ചെയ്യും, അതോടുകൂടി നമ്മുടെ ആരോഗ്യം തകരാറാവും ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇമിറ്റേഷൻ നോട്ട് പോസിബിൾ. ബട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? അവർ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ഇവിടെ എടുത്ത് പറയുന്ന കാര്യം. ശീല പ്രഭുപാദി വീണ്ടും ഒരു ഉദാഹരണം പറയുന്നു. ഭഗവാൻ ശിവനെ ആർക്കെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. ഭഗവാൻ ശിവൻ അത്യുന്നത സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. ഭഗവാൻ കൃഷ്ണൻ്റെ വളരെ അടുത്ത, അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിഷ്ണു തത്വങ്ങൾ കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും ശക്തിശാലിയായിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്ത് വരുന്നൊരു വ്യക്തിയാണ് ഭഗവാൻ ശിവൻ. ബ്രഹ്മാവിനേക്കാൾ ഉയർന്ന സ്ഥാനത്താണ് ശിവൻ ഉള്ളത്. അപ്പോൾ ഭഗവാൻ ശിവൻ എന്ന് പറയുന്നത് സാധാരണ ഒരു വ്യക്തിയല്ല, ജീവതത്വമല്ല അദ്ദേഹം. ശിവതത്വം എന്ന് പറയും. ഭഗവാന്റെ ഒരു എക്സ്പാൻഷനാണ് അദ്ദേഹം, വിസ്തരണമാണ് ശിവൻ. ആ ശിവഭഗവാനെ ആർക്കെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യാൻ സാധിക്കുമോ? സാധിക്കില്ല. അദ്ദേഹം പാലാഴി ആ ഒരു സമുദ്രമന്ഥനത്തിൽ അദ്ദേഹം വിഷം കുടിക്കുന്നു മറ്റുള്ളവരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? അദ്ദേഹം അവിടെ, കാര്യം അദ്ദേഹം ഒരു വൈഷ്ണവനാണ്, ശുദ്ധഭക്തനാണ്. വൈഷ്ണവാനം യഥാശംഭു, ഭഗവാൻ വിഷ്ണുവിൻ്റെ ഭക്തനാണ് അദ്ദേഹം, ശുദ്ധഭക്തനാണ് അദ്ദേഹം. ആ സമയത്ത് എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ഈ പോയ്സൺ എടുത്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരെ ബാധിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം അത് ചെയ്തു. അദ്ദേഹം ചെയ്തതുപോലെ നമുക്ക് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ആർക്കും സാധിക്കില്ല. എന്നാൽ പലവരും ഭഗവാൻ ശിവൻ്റെ ഭക്തനാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുന്നു, പല ഗഞ്ചാവും അല്ലെങ്കിൽ മറ്റുള്ള മുടിയെല്ലാം വളർത്തി ഇങ്ങനെ പല രീതികളിലും ഒക്കെ പല ഇമിറ്റേഷൻ നടത്തുന്നത്. അപ്പോൾ പുറമേക്ക് ചിലപ്പോൾ ശിവനെ പോലെ, ഭഗവാൻ ശിവനെ പോലെ അസ്ഥികൂടത്തിൻ്റെ മാലയൊക്കെ ധരിച്ച് കഞ്ചാവും വലിച്ച് നടന്ന്, അത് ശിവനെ ഇമിറ്റേറ്റ് ചെയ്യണ പോലെയാണ്. പക്ഷേ ശിവഭഗവാൻ കഞ്ചാവ് വലിച്ച് നടക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ ആൾക്കാരുണ്ടാക്കുന്നതാണ്. അദ്ദേഹം ചെയ്യുന്നത് പോലെ ഭസ്മൊക്കെ മേലെല്ലാം തേച്ച് കഞ്ചാവും വലിച്ച് ഇൻടോക്സിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ശിവഭക്തനാവില്ല. നമ്മൾ ശിവഭക്തനാവണമെങ്കിൽ, അല്ലെങ്കിൽ ശിവൻ ആരാധിക്കുന്നത് ഭഗവാൻ വിഷ്ണുവിനെയാണ്, കൃഷ്ണനെയാണ്. അപ്പോൾ ശിവഭക്തൻ ശരിക്കും ഒരു നല്ലൊരു ശിവഭക്തനാവണമെങ്കിൽ നമ്മൾ വിഷ്ണുവിനെ ആരാധിച്ചാൽ ഭഗവാൻ ശിവന് ഇഷ്ടമാവും, സന്തോഷമാവും. അല്ലാതെ ഇതേപോലെ ഇമിറ്റേഷനും ഒന്നും നടക്കുന്ന കാര്യമല്ല. അതേപോലെ തന്നെ കൃഷ്ണൻ അത് ശിവഭക്തരുടെ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ സ്യൂഡോ ഡിവോട്ടീസ്, കപടഭക്തർ, ശിവഭഗവാന്റെ കപടഭക്തർ ഇങ്ങനെയൊക്കെ ചെയ്യും. അതേപോലെ ഭഗവാൻ കൃഷ്ണൻ്റെയും കപടഭക്തരുണ്ട്. അവർ എന്താണ് ചെയ്യുന്നത്? കൃഷ്ണന് ഒരുപാട് ഗോപികമാരുടെ കൂടെ ഡാൻസ് കളിക്കാം, അദ്ദേഹത്തിന് ഒരുപാട് വിവാഹം കഴിക്കാം, അതുകൊണ്ട് നമുക്കും അത് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പല തോന്നിവാസങ്ങൾ ചെയ്യുന്നു. സ്ത്രീകളുമായിട്ടുള്ള പല കാര്യങ്ങളും, അതെല്ലാം കപടർ ചെയ്യുന്നതാണ്. ഭഗവാൻ കൃഷ്ണൻ ചെയ്തിട്ടുള്ള ലീലകൾ അത് ഇമിറ്റേറ്റ് ചെയ്യാനുള്ളതല്ല. അത് അദ്ദേഹത്തിൻ്റെ സ്ഥാനം, ഭഗവാന്റെ സ്ഥാനം അതാണ്. അതുമാത്രമല്ല, അദ്ദേഹം ഇമ്മോറലായിട്ടൊന്നും ചെയ്തിട്ടുമില്ല. നമ്മൾ നേരത്തെ അതിൻ്റെ ഉദാഹരണം പറഞ്ഞു. സ്ത്രീകൾ ആ രാജ്ഞിമാരെ രക്ഷിക്കുമായിരുന്നു അദ്ദേഹം ചെയ്തത്. അതേപോലെ രാസലീലയിലും കാര്യമുണ്ട്. ഒരുപാട് ഈ ഗോപികമാരൊക്കെ ജന്മജന്മാന്തരങ്ങളായിട്ട് ആഗ്രഹിക്കുകയാണ് ഭഗവാന്റെ കൂടെ
ഭഗവാന്റെ കൂടെ ഇരിക്കാനും ഭഗവാന്റെ കൂടെ രാസലീലയിൽ പങ്കെടുക്കാനും അങ്ങനെയുള്ളവർക്ക് അവസരം കിട്ടുന്നു. അതിനിപ്പം തെറ്റെന്താണ്? അങ്ങനെയുമുണ്ട്. പിന്നെ കൃഷ്ണൻ്റെ തന്നെ വിസ്തരണമായിട്ടുള്ള രാധാറാണി തന്നെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത് രാസലീലയിലേക്ക്. അപ്പോൾ ഈ സഖിമാരും മറ്റുള്ള സഖിമാരൊക്കെ ആയിട്ട് വരുന്നതൊക്കെ രാധാറാണിയുടെ എക്സ്പാൻഷനാണ്. അവരൊക്കെ കുറേ പേര് നിത്യസിദ്ധരായിട്ടുള്ളവർ. ആ രാധാറാണി എന്ന് പറയുന്നത് കൃഷ്ണനിൽ നിന്ന് വരുന്നതാണ്. അല്ലെങ്കിൽ രാധാകൃഷ്ണ ഏക ആത്മദൂഹി ദേഹധാരി ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നു. കൃഷ്ണനും രാധയും ശരിക്കും പറയണമെങ്കിൽ ഏക ആത്മ, ഒരേ വ്യക്തികളാണ്. പക്ഷേ അവർ രണ്ട് വ്യക്തികളാവുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ലീലകൾ ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പോൾ കൃഷ്ണൻ തന്നെയാണ് രാധ, അല്ലെങ്കിൽ കൃഷ്ണനിൽ നിന്നാണ് രാധ വരുന്നത്, അല്ലെങ്കിൽ രണ്ടുപേരും ഏക ആത്മ എന്ന് പറയുന്നു. ആ രാധാറാണി വീണ്ടും എക്സ്പാൻഡ് ചെയ്യുന്നതാണ് ഈ സഖിമാർ. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ എല്ലാവരും കൃഷ്ണനുമായിട്ട് കണക്റ്റഡ് ആണ്. സോ എന്താണ് കുഴപ്പം? അവിടെ ഒരു ഇമ്മോറലായിട്ടുള്ളൊരു കാര്യം വരുന്നില്ല. നമ്മുടെ വീക്ഷണത്തിൽ അത് ഇമ്മോറലായിട്ട് തോന്നുന്നു. ബിക്കോസ് നമുക്ക് ഭക്തി എന്താണെന്ന് അറിയില്ല, ഭഗവാനും ഭക്തരും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് തെറ്റിദ്ധാരണകൾ വരുന്നത്. നമ്മളൊന്നും ഉദ്ദേശിക്കുന്നത് ലോകത്തിലുള്ള ആളുകൾ, ചുറ്റുമുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവർക്കും തെറ്റിദ്ധാരണകൾ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ തത്വങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഭഗവത്ഗീതയൊക്കെ നമ്മൾ ശരിക്കും പഠിക്കുകയാണെങ്കിൽ, ഭഗവത്ഗീത ശാസ്ത്രങ്ങളൊക്കെ ശരിക്കും പഠിക്കുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഒരു ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ ഒന്നും തെറ്റല്ല എന്ന് മനസ്സിലാവും. ഭഗവാൻ ചെയ്തിട്ടുള്ളതൊക്കെ ശരി മാത്രമാണ് നമുക്ക് മനസ്സിലാവും. നമ്മളൊക്കെ ധരിക്കുന്നതും മറ്റുള്ള ആളുകൾ ധരിച്ചിട്ടുള്ളതും ശുദ്ധ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ചിന്തിക്കരുത് എന്നും കൂടെ, ഇതെല്ലാം നമുക്ക് വളരെ ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശാസ്ത്രം പഠിക്കുക എന്ന് പറയുന്നത്, ശാസ്ത്രങ്ങൾ ഗുരുജനങ്ങളിൽ നിന്ന്. അപ്പോൾ നമ്മളെ ഗൈഡ് ചെയ്യുന്നത് ആരാണ്? ശ്രീല പ്രഭുപാജിയാണ് അല്ലേ. അദ്ദേഹമാണ് അതിമനോഹരമായിട്ട് ഭാവാർത്ഥം എഴുതി തന്നിട്ടുണ്ട് ഭഗവത്ഗീതയ്ക്ക്. അപ്പോൾ ഈ ഭാവാർത്ഥത്തിൽ ആ ശ്ലോകത്തിൽ പറയുന്ന ക്ലാരിറ്റി നമുക്ക് ഭാവാർത്ഥം വായിക്കുമ്പോൾ കിട്ടും. അതുമാത്രമല്ല, എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതിൽ നിന്ന്, അല്ലെങ്കിൽ നമുക്ക് ടേക്ക് ഹോം ലെസൺസ് എന്താണ്, പാഠങ്ങൾ എന്താണ്, ഇതൊക്കെ അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുണ്ട്. സോ അത് നമ്മൾ നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കുവാണെങ്കിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. നമുക്ക് എല്ലാത്തിനും നല്ല ക്ലാരിറ്റിയാണ്. അതേപോലെ തന്നെ നമുക്ക് ശരിയായിട്ടുള്ള രീതിയിൽ, ഭഗവാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ഭക്തിയുത സേവനങ്ങൾ ചെയ്യുവാനും സാധിക്കുന്നു. കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു. അങ്ങനെ പതുക്കെ നമ്മൾ ഭക്തിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗം, ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവരോടും നന്ദി പറയുന്നു. അപ്പോൾ നമ്മൾ 24ാമത്തെ ശ്ലോകം വരെയാണ് ഇന്ന് പഠിച്ചത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഇന്നലെ നടക്കേണ്ട ക്ലാസ് ആയിരുന്നു, ഇന്ന് നടന്നു. പിന്നെ നാളെ വീട്ടിൽ സത്സംഗമാണ് സാധാരണ പതിവ്. പക്ഷേ നാളെ നമ്മൾ നാട്ടിൽ പോകുന്നതുകൊണ്ട് നാളത്തെ സത്സംഗവും ഓൺലൈനായിരിക്കും. അപ്പം നമ്മൾ ഈ പറഞ്ഞ 24ാമത്തെ ശ്ലോകം മുതൽ 25ാമത്തെ ശ്ലോകം മുതൽ കുറച്ച് ശ്ലോകങ്ങൾ, ഒരു അരമണിക്കൂർ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം, ഭഗവാൻ അനുഗ്രഹിച്ചാൽ. ബാക്കി ഓക്കെ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം की जय, श्रीमद् भगवद गीता की जय, जगत गुरु शिला प्रभुपाद की जय, समवेद गौर भक्तवृंद की जय. हरे कृष्णा. थैंक यू वेरी मच. ഹരേ കൃഷ്ണ. എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു. ദേവിക മാതാജി അറിയില്ല മാതാജിക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നുള്ളത്. ബിക്കോസ് ആദ്യമായിട്ടായിരിക്കും അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. സോ ബട്ട് എന്നാലും കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മനസ്സിലാവുന്ന രീതിയിലാണോ ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ പതിയെ നമുക്ക് ക്ലാരിറ്റി കിട്ടും എല്ലാത്തിനും. ഓക്കെ. പിന്നെ നമ്മളുണ്ട് ഇവിടെ, കുറേ ഡിവോട്ടീസ് ഉണ്ട്. നേരിട്ട് ഇവിടെ വരുമ്പോൾ എല്ലാവരെയും കാണാനും പരിചയപ്പെടാനും സാധിക്കും. അപ്പോൾ ആ സമയത്ത് കൂടുതൽ, അപ്പോൾ അവരും നമ്മൾക്ക് ഗൈഡൻസ് തരും. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് എല്ലാവരും കൂടെ ഭഗവാന്റെ എന്താ പറയുക, സേവിക്കാൻ നോക്കുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ. സോ വെൽക്കം ടു അവർ ഫാമിലി. ഹരേ കൃഷ്ണ. താങ്ക് യു.